എല്ലാവർക്കും പണം കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ക്ലൈമാക്സ് എല്ലാം കത്തി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു ചെറിയ പടമാണ്. മാക്സിമം എല്ലാവരും അഭിപ്രായങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പറയണം. നമ്മുടെ ബാസിയുടെ അഭിനയം ഒന്നും പറയാനില്ല കേട്ടോ. അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. ഒറിജിനാലിറ്റി. താങ്ക് യു. പറ്റിയാണ് എല്ലാവരും ഒന്ന് സ്റ്റാറ്റസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. ഇത് ഒരു കൊച്ചു സിനിമയാണ്. നിങ്ങളിപ്പോ ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ഡേയ്സ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി തുറന്നു പറഞ്ഞ ഫിലിം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൊമെന്റിൽ ആക്ച്വലി നമ്മൾ ഒരു ഹെൽപ്പ് ചോദിക്കണം. പടം കുറച്ചും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കണം, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു. താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കണ്ടത് എല്ലാവരോടും നന്ദി. ഇഷ്ടപ്പെട്ടോ? ശരി, ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. പടം ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാപ്സ് അടിച്ചിട്ട് നമുക്ക് പിരിയായിരുന്നു. പക്ഷേ എല്ലാവരും വന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അന്ന് നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുന്നു അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിച്ച ഇതൊക്കെ വന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഈ മെസ്സേജും കോളും എല്ലാം വരുന്നുണ്ട്. കേൾക്കാൻ സന്തോഷമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഞങ്ങളെ വിജയിപ്പിക്കണം. നമുക്ക് ചെറിയ കുറവാണ്. പിന്നെ പ്രസ് മീറ്റ് ഉണ്ടാവും. ഓ, ഇത് പ്രസ് മീറ്റ് ഇല്ലടാ, ഇത്രയും പ്രൊമോഷൻ ഉണ്ടായിരുന്നല്ലോ, ഇത് മതി. ഐ തിങ്ക് എനിക്ക് ഇവിടെ എറണാകുളത്തേക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് ഇന്നലെ എത്തിയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഐ തിങ്ക് വി ഡൺ ഇനഫ് പ്രൊമോഷൻസ്. അപ്പോൾ ഇനി ആൾക്കാർ വന്ന് കണ്ട് people should enjoy it. But thank you guys also. നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്മിങ് ഔട്ടിനുള്ള. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അതെ അതെ അതെ, ചീത്ത ക്ലൈമാക്സ് ആണ്, ഒരു രക്ഷയില്ല. കാരണം അത് താങ്ക്സ് ടു ഹിം ആൻഡ് സാഗർ. അപ്പോൾ I hope you all. Hey man, how are you? അഭി വേണം. ഇദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? പുതിയ ഡയറക്ടറാണ്. അപ്പോൾ അത് അതില് അഭിരാം പൊതുവാൾ കറക്റ്റ് ഇവന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരിക്കലും ഇല്ല. ജോ എന്താ വെച്ചാൽ ഈ സിനിമയെ കുറിച്ച് ഇത്രയും അധികം നല്ല വർത്തമാനം പറഞ്ഞ വേറൊരാളാണ്. ജോൺ അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആദ്യം മുതലേ നമുക്ക് മനസ്സിലായി. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അവന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ പടത്തോട് രക്ഷപ്പെടുന്നതാണ് ജോ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് സത്യമായി വരുന്നുണ്ട്. പല ആൾക്കാരുടെ പ്രതികരണം കേൾക്കുമ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾ ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് ജോ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ, ആ ഡിറക്ഷൻ അത് ശരിക്കും വർക്കായിട്ടെന്നാണ് എനിക്ക് അഭിപ്രായം. അപ്പോൾ ജോ ഇനിയും അടിപൊളി സിനിമകൾ ഇനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഇനിയും നല്ലൊരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ്. It was great working with Ali Rakshila. So I hope അടുത്ത പടത്തിൽ വിളിക്കോ? പ്രത്യേകിച്ച് ആ ലാസ്റ്റത്തെ 20 മിനിറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ആയിരുന്നു. അപ്പം എല്ലാവരുടെ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ബോറടിക്കില്ല. ബോറടിക്കില്ല. I promise you that. So thank you. Thanks again. Okay. സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാവും. ഇതിന്റെ ഒരു ക്ഷീണമൊന്ന് മാറിയിട്ട് അതിനുള്ള സാധ്യതയുണ്ടല്ലേ, ഒരു കഥാപരമായിട്ട് അതിന് സാധ്യതയുള്ളതായിട്ട് തോന്നുന്നു. ഇനിയുണ്ടല്ലോ കുറ്റവാളികളെ ജയിലില് ലിസ്റ്റാക്കിട്ടെ നിങ്ങൾ പറയുന്നത് ഇനി ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ? ഞങ്ങളോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് അവൻ തുടക്കം മുതലേ എന്നെ ആശാനെന്നാ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും മനസ്സിലായില്ല. അല്ല, റൈറ്ററോട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നത് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ പുള്ളിയാണിത്
സെറ്റ് ചെയ്ത് തട്ടമേളൊക്കെ ഉണ്ടായിരുന്നു. സനീഷ് ബോബൻ ചേട്ടൻ ബോബൻ ചേട്ടാ ബോബൻ ചേട്ടൻ I believe yes. Yeah. അവിടെ ഇരുന്നോ? Come on. അവിടെ നിൽക്ക്. Yes. ബോബൻ ചേട്ടൻ സംസാരിക്കും. ഒരു സെക്കൻഡ് പാർട്ട് എല്ലാവർക്കും സിനിമ ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അവര് പോയി. ഒരു അനുഭവം ഇതിനെ അറിയായിരിക്കല്ലോ. അനുകൂടെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ വാസിയുടെ വന്ന സിനിമകൾ വെച്ച് വിജയേട്ടൻ അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉഷാറായി. എഴുത്തിലായാലും സാഗർ തകർത്തുന്ന ഡയറക്ഷൻ ഒരു നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് വേണ്ടത്. ശർമ്മ ചേട്ടനൊക്കെ തകർത്ത് പോയേക്കാണ്. നമ്മളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു മനുഷ്യൻ. ബ്യൂട്ടിഫുൾ മൂവി. എനിക്കറിയില്ല പ്രൊഡ്യൂസറോട് ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് തിയേറ്റേഴ്സ്, ബട്ട് അങ്ങനെ ആവേണ്ട ഒരു പടമല്ല. വളരെ നല്ല പടം. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫ്രം ആർട്ടിസ്റ്റ് ടു ക്യാമറ ടു മ്യൂസിക് ടു ഈവൻ ദ ക്ലൈമാക്സ് ലൈക്ക് ദാറ്റ്. ഇത്രയും നല്ലൊരു പടം ആയിരുന്നു. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ബ്യൂട്ടിഫുൾ മൂവി. ഞാനിത് നേരത്തെ കാണുന്നത് ഞാൻ ആലോചിച്ചു. നേരത്തെ വാക്ക് പിടിച്ചപ്പോൾ കൂടാതാണ്. അടിപൊളി പടം. എവരിബഡി ഷുഡ് വാച്ച് ദിസ് ഇവരാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.